വിമർശിക്കാതിരിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ എഴുതാതിരിക്കുകയോ എന്നുള്ള അഭിപ്രായം പറയുന്നത് ഏകാധിപത്യ സ്വഭാവമായി മാറും. അതുകൊണ്ട് അതിന് അല്ല തോന്നിയേണ്ടത്, മറിച്ച് യേശുക്രിസ്തുവിനെ കൊണ്ട് അവിടെ ചെയ്യിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നതെല്ലാം യേശുവിൻ്റെ ഭാഷയിൽ തന്നെയാണ്. ഞാൻ വായിച്ചില്ല 4 ഇടം, അതിലേ പോയേ ഉള്ളൂ. പ്രശോഭനി എന്ന് പറയുന്ന ഒരു വിവർത്തകയെ കണ്ടുപിടിക്കാൻ പെട്ട പാട് തന്നെ പോലീസിനറിയാം. അങ്ങനെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ പോലും അദ്ദേഹം ഈ കഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ എല്ലാ വിധത്തിൽ നോക്കിയാലും ഉദ്വേഗജനകമായ ഒരു വായനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ശ്രീമൻ ജോസഫ് കൊടക്കാലി എടുത്തത്. വാസ്തവത്തിൽ ഇതൊക്കെ ചെറുതാ സമാഹാരങ്ങളുടെ കൂട്ടത്തിൽ ഏതു പുരസ്കാരത്തിനും അനുയോജ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവതരിപ്പിച്ച ശാലിക്ക് ഒരിക്കൽ കൂടി നല്ല ഭാവവും